നമസ്കാരം, വെൽക്കം ടു വിന്യാസ് അക്കാഡമി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം സിവില്, മെക്കാനിക്കൽ, കെമിക്കൽ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്ന വാട്ടർ അതോറിറ്റി എക്സാമിന്റെ കൺഫർമേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസം നടക്കുന്ന എക്സാമുകളുടെ കൺഫർമേഷൻസ് ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. സോ ആ കൂട്ടത്തിൽ നമ്മുടെ വാട്ടർ അതോറിറ്റി യുടെ എക്സാം കൺഫർമേഷനും വന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 16-ാം തീയതിയാണ്. സെപ്റ്റംബർ 16, 2026 അതിന്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. കൺഫർമേഷൻ ഇപ്പം പ്രൊഫൈൽ ആക്റ്റീവ് ആണ്. നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മറന്നു പോകാതെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് വന്ന സ്ഥിതിക്ക് സിലബസും അവൈലബിൾ ആയിട്ടുണ്ട്. സിലബസിൽ യാതൊരു മാറ്റവുമില്ല. കഴിഞ്ഞ വർഷം ഒരു റിവിഷന് ശേഷമാണ് കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ എക്സാം നടന്നത്. ഒരു റിവിഷൻ, സിലബസ് ഒക്കെ റിവൈസ് ചെയ്ത് കുറെ പരാതികളായി എക്സാം മാറ്റി വെച്ചു, വീണ്ടും സിലബസ് ഇട്ടു. അങ്ങനെ അവസാനം ആ സിലബസ് അനുസരിച്ച് എക്സാം നടന്നിട്ടുണ്ട്. അതേ സെയിം സിലബസ് തന്നെയാണ് തൊട്ട് മുന്നേ നടന്ന ഡിപ്പാർട്ട്മെന്റ് എക്സാമിന്, വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് എക്സാം കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആ എക്സാമിന് സിലബസ് വന്നത് സെയിം സിലബസ് തന്നെയാണ് നമ്മളുടെ വാട്ടർ അതോറിറ്റി യുടെ ഇപ്പൊ നടക്കാൻ പോകുന്ന എക്സാമിന്റെ സിലബസും വന്നിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി കോഴ്സുകൾ, വാട്ടർ അതോറിറ്റിയുടെ ആയാലും ഓപ്പറേറ്റർ ആയാലും കോഴ്സുകൾ നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക്, നമ്മൾ അറിയുന്നവർക്ക് അറിയാം. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടത്തെ ഡീറ്റെയിൽസ് നിങ്ങൾ മറ്റു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കുറെ വർഷങ്ങളായിട്ട് തന്നെ വാട്ടർ അതോറിറ്റി എക്സാമിന് ഏറ്റവും മികച്ച റിസൾട്ടുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതൊക്കെ പുറകിൽ ചർച്ച ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ സിലബസിനകത്ത് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളുണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളുണ്ട്, ജോബ് റിലേറ്റഡ് എന്ന പേരിൽ സിലബസിനകത്ത് നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കുകൾ, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് നമുക്ക് സിലബസിൽ വരുന്നുണ്ട്. സോ ഈ 4 ഡിവിഷനാണ്, 25 മാർക്ക് വെച്ചുള്ള 4 ഡിവിഷനാണ് സിലബസ് വരുന്നത്. മെക്കാനിക്കലുകാരും സിവിലുകാരും അതുപോലെ തന്നെ കെമിക്കലുകാരും എഴുതുന്ന എക്സാം ആയതുകൊണ്ട് ഒരിക്കലും 100% സിലബസ് കവർ ചെയ്തിട്ടേ ഞാൻ എക്സാമിന് പോകൂ എന്ന് വാശി പിടിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് കുറച്ച് സ്മാർട്ടായിട്ട് ഇത് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പറ്റുന്നത്, എത്രമാത്രമൊക്കെ ആയിരിക്കും ഒരു സേഫ് സ്കോർ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. സിലബസ് നോക്കുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാവും. സോ വിന്യാസ് അക്കാഡമിയിലെ വാട്ടർ അതോറിറ്റി വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻസീവ് കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി അതിന്റെ റെക്കോർഡ് സെഷൻസ് ആയിട്ടായിരിക്കും ക്ലാസ് വരുന്നത്. കഴിഞ്ഞ വട്ടം നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അന്ന് ക്ലാസ് എടുത്തിരുന്ന, അന്ന് അത്രയും റാങ്ക് നമ്മളെ മേടിക്കാൻ സഹായിച്ചിരുന്ന ഉദ്യോഗസ്ഥ സഹായിച്ച അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് ഇപ്പോഴും ക്ലാസ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ 3-4 പേരാണ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ക്ലാസ്സുകൾ കാണാൻ പറ്റും. അതിന്റെ PDF നോട്ട്സ് പ്രിന്റബിൾ ഫോർമാറ്റിൽ നമുക്ക്, ഇനി ചെറിയ സമയമുള്ളൂ, 3 മാസമേ ഉള്ളൂ, നമുക്ക് നോട്ട് എഴുതി പഠിക്കാനൊന്നും സമയമില്ല. സോ അതിന്റെ നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. എക്സാമുകൾ ഉണ്ടാവും, MCQ ഡിസ്കഷൻ വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. വിന്യാസ് എഡ്യൂടെക് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഡെമോ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കഴിഞ്ഞ വട്ടം നടന്ന എക്സാമിന്റെ നിലവിലെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങളിലോട്ട് പോകാം. സോ നമുക്ക് കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റ് നോക്കാം. കഴിഞ്ഞ വട്ടത്തെ റാങ്ക് ലിസ്റ്റിനകത്ത് ഇതുവരേക്കും 180 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ഇതുവരേക്കും 180 അഡ്വൈസുകളാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എക്സാം ആണെങ്കിലും ഇതിന് മുന്നത്തെ, ഈ ഇപ്പം നിലവിലുള്ള മുന്നത്തെ റാങ്ക് ലിസ്റ്റ് ആയാലും ഏകദേശം ഇതുപോലെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി എയ്ക്കകത്ത് നിലവിലെ കഴിഞ്ഞ ഒരു 4-5 റാങ്ക് ലിസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ ഈ ഒരു റേഞ്ച് തന്നെയാണ് അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും പോസ്റ്റ് ക്രിയേഷന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ വാട്ടർ അതോറിറ്റി ചിലപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും മാറും, അല്ലെങ്കിൽ റിട്ടയർമെന്റ് വേക്കൻസി വരും. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എക്സാമിനകത്തും ഇനി വരാൻ പോകുന്നതിനകത്തും പോസ്റ്റ് ക്രിയേഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിൽ പോലും നമുക്ക് ഇതുപോലൊരു ഫിഗർ, ഒരു 3 ഡിജിറ്റ് ഫിഗർ എന്തായാലും നമുക്ക് മിനിമം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം വലിയ ഡിപ്പാർട്ട്മെന്റും ആൾക്കാരുള്ളതും റിട്ടയർമെന്റ് ഒക്കെ വരുന്നൊരു ഡിപ്പാർട്ട്മെന്റാണ് വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത്. സോ 210 പേരായിരുന്നു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 210 പേരുള്ള സമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്കിയേ, 139ാമത്തെ ഓപ്പൺ കാറ്റഗറി ജനറൽക്കാരനും ജോലി കിട്ടിയിട്ടുണ്ട്. 210 പേരെ ഉണ്ടായിരുന്നു ജനറലായിട്ട് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിനകത്ത് 139ാമത്തെ ജനറൽക്കാരന് വരെ റാങ്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 139ാമത്തെ അഡ്വൈസ് വരെ പോയിട്ടുണ്ട്. ഈഴവയിൽ 140 വരെ പോയിട്ടുണ്ട്. SC-യിൽ 7ാമത്തെ സപ്ലിമെന്ററി ലിസ്റ്റിലെ 7ാമത്തെ കാൻഡിഡേറ്റ്, ST-യിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 9ാമത്തെ കാൻഡിഡേറ്റ്, മുസ്ലിമിൽ മെയിൻ ലിസ്റ്റിലെ 175ാമത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി അവിടെ വരെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന അഡ്വൈസ്. ഈ കഴിഞ്ഞ മാസം നടന്ന അഡ്വൈസ് ആണ് ഇത്. ഈ 6ാം മാസമാണെന്ന് തോന്നുന്നു, 6ാം മാസം, ഈ മാസത്തിൽ നടന്ന അഡ്വൈസ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് LC-ക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ 5ാമത്തെ ആൾക്കാർ വരെ പോയിട്ടുണ്ട്. OBC-ക്ക് 173ാമത്തെ ആൾക്കാർക്ക് വരെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയാണ് അതിന്റെ കാറ്റഗറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളോട് നോക്കിയേ, എൻ്റെ ഈ വീഡിയോ കാണുന്നതിനകത്ത് ആരെങ്കിലും എക്സാം അപ്ലൈ ചെയ്ത ഡിസബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ലോ വിഷനും ഹിയറിംഗ് ഇമ്പയർഡ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തതായിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്കായിരിക്കും ആദ്യം ജോലി കിട്ടാൻ വേണ്ടി പോകുന്നത്.
എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ട് നിങ്ങളുടെ കാറ്റഗറിയിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ മതി. മെയിൻ ലിസ്റ്റ് ഓർമ്മ നിർബന്ധമൊന്നുമില്ല. മെയിൻ ലിസ്റ്റിൽ ഈ DA-LVയും DA-H ഹിയറിംഗ് ഇമ്പയർഡും ഇല്ലെന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്നാമത്തെ റാങ്ക് വന്നാൽ നിങ്ങൾക്കായിരിക്കും ആദ്യമായിട്ട് ജോലി കിട്ടാൻ വേണ്ടി പോകുന്നത്. വേക്കൻസി അടുത്ത റാങ്ക് ലിസ്റ്റിന് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഹിയറിംഗ് ഇമ്പയർഡും ലോ വിഷനും. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിലോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരുണ്ടെങ്കിലോ ഈ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്ത് പഠിക്കുന്നവരുണ്ടെങ്കിലോ അവരോട് കാര്യമായിട്ടൊന്ന് പിടിച്ചാൽ നിങ്ങൾ അടുത്ത റാങ്ക് ലിസ്റ്റിന് ആദ്യം നിങ്ങളായിരിക്കും കയറാൻ വേണ്ടി പോകുന്നത്. അത് അടുത്ത റാങ്ക് ലിസ്റ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് നിലവിലെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നുണ്ടോ? 16/9/2026 ആണ്. ദാറ്റ് മീൻസ് 16/9/2026 റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവും. ഇനി നമുക്ക് കേവലം 3 മാസം ഇത്രയേ ഉള്ളൂ. 3 മാസം ഇല്ല, 2 മാസത്തിന്റെ അടുത്തൊക്കെ സമയം നമുക്കുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ഇതിനകത്ത് നിന്ന് ഇപ്പം നിലവിലും കുറച്ച് വേക്കൻസികൾ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കുറച്ച് വേക്കൻസി വീണ്ടും റിപ്പോർട്ടായിട്ട് ഏകദേശം മെയിൻ ലിസ്റ്റിൽ നിന്ന് ഏകദേശം കുറച്ച് പേർക്ക് കൂടെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതാണ് പ്രസന്റ് ലിസ്റ്റിന്റെ അവസ്ഥ. ഇതൊന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ വഴി കിട്ടിയതല്ല. ഇതെല്ലാം തന്നെ നിലവിൽ റിട്ടയർമെന്റ് വേക്കൻസികളും ജോലി കിട്ടിയവർ വേറെ ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറിയപ്പോഴൊക്കെ വന്ന വേക്കൻസികളാണ്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ദെൻ കഴിഞ്ഞ വട്ടം നമുക്ക് ഇതിന്റെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റിനകത്ത് വന്ന ആൾക്കാരാണ് ഇതെല്ലാം കാണുന്നത്. 3ാമത്തെ റാങ്കുകാരൻ ജയദേവന്റെ ഇന്റർവ്യൂ, വിശദമായ ഇന്റർവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ ഇതിന്റെ ഫസ്റ്റ് കമന്റിലൊക്കെ പിൻ ചെയ്തേക്കാം. ജയദേവന്റെ പഠിച്ച കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ കംപ്ലീറ്റ് കോഴ്സ് എടുത്ത് പഠിച്ച ആളാണ് നമ്മുടെ ജയദേവൻ എന്ന് പറഞ്ഞാൽ. കുറേ വർഷമായിട്ട് നമ്മുടെ അടുത്ത് പഠിച്ചതാണ്. ജയദേവനാണ് 3ാമത്തെ റാങ്ക്. പക്ഷെ നിലവിൽ ജയദേവൻ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് മാറിയിട്ട് PCBAയിലോട്ട് മാറിയിട്ടുണ്ട്. അതാണ് ടോപ്പ് റാങ്ക് കിട്ടിയത്. അടുത്തത് 10ാമത്തെ റാങ്കാണ് അനു നിലവിൽ വാട്ടർ അതോറിറ്റി ആയിട്ട് വർക്ക് ചെയ്യുവാണ്. അടുത്തത് മിത്ര, ആര്യ, അജിത് ബാബു, അജ്മല്, സച്ചിൻ, ലക്ഷ്മി വാര്യർ, വിഷ്ണു പ്രസാദ്, ആര്യ വിജയൻ, ശ്യാമിലി, ലാവണ്യ, ബാദ്ര, ബിസ്മി, അതുപോലെ വിഷ്ണു UR, ഡേവിസ്. ഇവിടം വരെ നമുക്ക് എൻ്റെ അറിവിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇവിടം വരെ ഉള്ളവർക്കെല്ലാം തന്നെ അഡ്വൈസ് കിട്ടി. വാട്ടർ അതോറിറ്റി ആയിട്ടും കിട്ടിയവർ തന്നെ ഇതൊക്കെ കെമിക്കൽ AP ആയിട്ട് മാറിപ്പോയവരാണ്. കെമിക്കൽ AP ആയിട്ട് ലക്ഷ്മിക്ക് കിട്ടി മാറിയിരുന്നു. അതുപോലെ തന്നെ ഓരോരുത്തർ കിട്ടിയതനുസരിച്ച് വന്നിട്ട് വീണ്ടും മാറിയൊക്കെ പോയിട്ടുണ്ട്. സോ ഇത്രയും ആൾക്കാർ നിലവിൽ വന്നിട്ടുണ്ട്. അടുത്ത അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ് ലക്ഷ്മിയും സ്വാതി, അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ. നിതിൻ നാരായണനൊക്കെ അടുത്ത അഡ്വൈസ് ഈ ലിസ്റ്റിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവരൊക്കെ മറ്റു ജോലിയുള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ. ഇവരൊക്കെ മറ്റു ജോലിയുള്ളവർ AMV ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. സോ അവർ അടുത്ത അഡ്വൈസിൽ ജോലി കിട്ടി ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വട്ടം പഠിപ്പിച്ച ഉദ്യോഗാർത്ഥികളുടെ നിലവിലെ വാട്ടർ അതോറിറ്റിയിലെ റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 208 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് കേട്ടോ. 208 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. നേരത്തെ 210 എന്ന് പറഞ്ഞാൽ 208 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ 21 ഉദ്യോഗാർത്ഥികൾ, മെയിൻ ലിസ്റ്റിലെ 21 ഉദ്യോഗാർത്ഥികൾ നമ്മൾ പഠിപ്പിച്ച ഉദ്യോഗാർത്ഥികളായിരുന്നു. 208 പേരിനകത്ത് 21 പേര് നമുക്ക് കഴിഞ്ഞ വട്ടം പഠിച്ചവരായിരുന്നു. ഇനി ഈ എക്സാമിന് ശേഷം ഒരു ഡിപ്പാർട്ട്മെന്റ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് എക്സാമിനകത്ത് നിങ്ങൾ നോക്കിയേ, 2nd റാങ്ക്, അതുപോലെ തന്നെ 3rd റാങ്ക്, 4th റാങ്ക്, 6th റാങ്ക്, അതുപോലെ 8th റാങ്ക്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ വരെ ഉള്ളവർ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ആണ്. ഇവരെ കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ ഈ ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ അതിൻ്റെ എക്സാം ഒക്കെ നടന്നിട്ട്. അതിനകത്തുനിന്ന് കയറിയിരിക്കുന്നത് ആദ്യത്തെ 10-നകത്ത് 5 ഉദ്യോഗാർത്ഥികൾ. ആദ്യത്തെ 10-നകത്ത് 5 ഉദ്യോഗാർത്ഥികൾ, 20-നകത്ത് 8 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പം ഈ റാങ്ക് നമ്പർ 8 വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് എൻ്റെ വിശ്വാസം. അതിനുശേഷം പോയെന്ന് എനിക്ക് അപ്ഡേറ്റ് ഇല്ല. ഇത്രയും ആൾക്കാർ ഇപ്പം നിലവിൽ വാട്ടർ അതോറിറ്റി ആയിട്ടിരിക്കും. ഇത് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കണ്ടു പരിചയമുള്ളവരോ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വെറുതെ അന്വേഷിച്ചാൽ നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. സോ ഇനി നമുക്ക് അതിന്റെ സിലബസുമായിട്ട് വരാം. സിലബസുമായിട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തൊരു മാജിക് സ്റ്റഡി പ്ലാനും തരാൻ വേണ്ടി വന്നതല്ല. എന്തായാലും ഇതിന്റെ സിലബസ് കാണാൻ മനസ്സിലാവും. 25 മാർക്കിന് സിവിൽ എഞ്ചിനീയറിംഗും 25 മാർക്കിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും കെമിക്കൽ എഞ്ചിനീയറിംഗും ജോബ് റിലേറ്റഡ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു സിലബസ്. വളരെ വാസ്റ്റ് ആയിട്ട് മെക്കാനിക്കലുകാരനും അഡ്വാൻറ്റേജ് കിട്ടാൻ കുറവാണ്, എല്ലാം പഠിക്കേണ്ടി വരും. സിവിലുകാരനും അഡ്വാൻറ്റേജ് കിട്ടാൻ കുറവാണ്, എല്ലാം പഠിക്കേണ്ടി വരും. കെമിക്കലുകാരനും അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടാണ് കുറേ സബ്ജക്റ്റുകൾ. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം. അല്ലാതെ മെക്കാനിക്കലുകാരൻ വിചാരിക്കുന്നത് എന്നെ കൊണ്ടൊന്നും കൂടിയാൽ കൂടത്തില്ല, ഇത് ഒരുപാട് സിവിലാണ് ഒരുപാട് കെമിക്കലാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് 2-3 പേരെ കാണിച്ചു തരാം. ഇതിനകത്ത് വേണ്ട കെമിക്കലുകാരനാണ്. റാങ്ക് നമ്പർ 30 കെമിക്കലുകാരനാണ്, 39 മെക്കാനിക്കലുകാരനാണ്, 46 കെമിക്കലുകാരിയാണ്, ഇനി 59 മെക്കാനിക്കലുകാരനാണ്. അങ്ങനെയാണ് ആൾക്കാർ പോകുന്നത്. ഇത് കെമിക്കലാണ് ഡേവിസ് എന്ന് പറഞ്ഞാൽ, ഇത് മെക്കാനിക്കലാണ്. അതുപോലെ തന്നെ ഈ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് എക്സാമിനകത്ത് മിക്ക ആൾക്കാരും മെക്കാനിക്കലുകാരാണുള്ളത്. മിക്ക ആൾക്കാരും മെക്കാനിക്കൽ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്തവരൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ലെന്ന് പറയുന്നത് വെറുതെയാണ്. നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചാലും നമുക്ക് ഒരു ഇതൊക്കെ നമുക്ക് കയറി വരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത് വെറുതെയാണെന്നുള്ള തെളിവാണ് ഞാൻ കാണിച്ചത്. നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെറുതെ കിട്ടത്തില്ല, കഷ്ടപ്പെടേണ്ടി വരും. കാര്യം നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റുകൾ പലതും പഠിക്കേണ്ടി വരും, അതുപോലെ എഫേർട്ട് ഇടേണ്ടി വരും.
കുറച്ച് മുന്നേ ഒക്കെ തുടങ്ങിയ ആൾക്കാരുണ്ട്, ഒരുപാട് പേര് കുറച്ച് മുന്നേ തുടങ്ങിയവരൊക്കെ ഉണ്ട്. അവരുടെ കൂടെ ഒക്കെ എത്താനൊക്കെ ആയിട്ട് നമുക്ക് ഇനി സെലക്റ്റീവായിട്ട് പഠിക്കാനേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഞാനൊരു വീഡിയോ വന്നിട്ട് ഇതൊരു സ്റ്റഡി പ്ലാൻ ആണ്, ഈ പ്ലാൻ പഠിച്ചാൽ നിങ്ങൾക്ക് AI ആവാമെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടത്തില്ല. കാര്യം അതിനകത്ത് കുറേ നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റുകളായതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ തരണം ചെയ്ത് വേണം മുന്നോട്ട് വരാനായിട്ട്. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് 25 മാർക്സ് ഉണ്ട്, മെക്കാനിക്കൽ 25 മാർക്സ് ഉണ്ട്, കെമിക്കൽ 25 മാർക്സ് ഉണ്ട്, ജോബ് റിലേറ്റഡ് 25 മാർക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ ഒരു കാര്യം, ഈ ജോബ് റിലേറ്റഡ് കിടക്കുന്നത് കുറച്ചൊക്കെ സിവിൽ ടോപ്പിക്കുകളാണ്, കുറച്ചെല്ലാം ഏറെക്കുറെ സിവിൽ ടോപ്പിക്കാണ്. അതിനൊരു അഡ്വാൻസ് സിവിലുകാർക്ക് ഉണ്ടാവും. പക്ഷേ ഈ സബ്ജക്റ്റ് മെക്കാനിക്കലുകാർക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ജോബ് റിലേറ്റഡ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ്, വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഈ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് ഞാൻ ആദ്യം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ജോബ് റിലേറ്റഡ് വിട്ടൊരു കളി ഈ പരിപാടിക്കില്ല. ഇതാണ് നിങ്ങളുടെ, ഇതിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ഒരുപാട് താഴെ പോകും. അതാണ് ഒരു സത്യാവസ്ഥ. കഴിഞ്ഞ വട്ടം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടിയ ആൾക്കാർക്കെല്ലാം 25-ൽ 23 മാർക്ക്, 22 മാർക്കൊക്കെ മിനിമം. അത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചവർ മാത്രമല്ല, മിക്ക ആൾക്കാർക്കും അത് കിട്ടിയിട്ടുണ്ട്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് എന്നൊക്കെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ നിങ്ങൾ തിരക്കാൻ മനസ്സിലാവും. മിക്കവർക്കും നല്ല നല്ല റാങ്ക് കിട്ടി, എല്ലാവർക്കും തന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഒരു മേഖലയിൽ നിന്ന് കിട്ടി. ഇതിനകത്ത് കുറേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കുറേ ടോപ്പിക്കുകളുണ്ട്. അതിനെ അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് നിങ്ങൾ നോക്കണ്ട. അത് 2-3 ക്വസ്റ്റിനേ വരത്തുള്ളൂ. ബാക്കി 22 ക്വസ്റ്റ്യൻസും മിക്കവാറും വരുന്നത് വാട്ടർ സപ്ലൈയിലും വേസ്റ്റ് വാട്ടറിലും. അതാണ് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിരിക്കുന്ന കാര്യം. പിന്നെ നമുക്ക് ആ സിലബസ് ഒന്നുകൂടെ നോക്കുവാണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ, നിങ്ങൾ ഇപ്പം ഒരു മെക്കാനിക്കലുകാരനോ അതുപോലെ കെമിക്കലുകാരനോ ആസ്പെക്റ്റിലാണ് ഞാനിപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കലുകാരോ കെമിക്കലുകാരോ ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും പഠിക്കാൻ ഇനിയുള്ള സമയത്ത് നമുക്ക് പറ്റത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാവുന്ന പോർഷൻസ് ഉണ്ട്. സിവിലുകാരാണെങ്കിൽ 100% പഠിച്ചിരിക്കണം. ഓക്കെ, സിവിലുകാരുടെ ടോപ്പിക്ക് 100% പഠിച്ചിരിക്കണം. ഇനി ഒരു മെക്കാനിക്കലുകാരനാണെന്നുണ്ടെങ്കിൽ ഇതിലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണല്ലോ. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് മെക്കുകാരനും കെമിക്കലുകാരനും പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വാട്ടർ സോഴ്സ് എഞ്ചിനീയറിംഗ്, അത് ഇറിഗേഷനും ഹൈഡ്രോളജിയാണ് വരുന്നത്. സർവേയിങ് ആൻഡ് ലെവലിംഗ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്കത് പഠിക്കാവുന്നതേ ഉള്ളൂ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഒരു മെക്കാനിക്കലുകാരനോ ഒരു കെമിക്കലുകാരോ ആണെങ്കിൽ ഇത് കുറേ ടോപ്പിക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് സമയം എടുക്കും. ചെറിയ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. 3 മാർക്കാണ് ആകെ വെയിറ്റേജ്. നിങ്ങളെല്ലാം പഠിച്ചവരാണെങ്കിൽ ഇത് പഠിക്കണം. ഇനി നിങ്ങളൊന്നും തുടങ്ങാത്തവരാണെങ്കിൽ തൽക്കാലം നമുക്ക് അവിടെ സ്റ്റാർട്ട് വെക്കാം. പിന്നെ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് മെക്കാനിക് സോളിഡ്സിനകത്ത് അത്യാവശ്യം അപ്പർ ഹാൻഡ് ഉള്ളവർ തീർച്ചയായിട്ടും പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക. കാര്യം മെക്കാനിക് സോളിഡ്സിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പിന്നെ GTയും ട്രാൻസ്പോർട്ടേഷനും അത്യാവശ്യം നല്ല കോർ പേപ്പറുകളാണ്. നിങ്ങളൊരു മെക്കാനിക്കലുകാരനാണ്, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി അതിന്റെ പുറകിൽ നിങ്ങൾ പോയി സമയം കളയണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. സിവിലുകാരാണെങ്കിൽ കംപ്ലീറ്റ് പഠിക്കണേ. അപ്പോൾ ഇവിടെ MOS പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഫ്ലൂയിഡ് മെക്കാനിക്സും അതുപോലെ വാട്ടർ സോഴ്സ് എഞ്ചിനീയറിംഗ് ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. സർവേയിങ്ങും ലെവലിങ്ങും പഠിക്കാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് 4-4 8 8-4 12 മാർക്ക് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ സമയമുള്ളവരൊക്കെ നേരത്തെ പഠിച്ചു തുടങ്ങിയാണെങ്കിൽ മൊത്തം പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഒന്നും ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു 15 മാർക്ക് നിങ്ങൾ ഇവിടുന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. മറ്റുള്ളവരെ സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. ബാക്കിയുള്ളവർ ഫുള്ള് പഠിച്ചോണം. ഇനി അടുത്ത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കാണ്. അത് സിവിലുകാരായാലും കെമിക്കലുകാരനായാലും. അപ്പം ഞാൻ സിവിലിൻ്റെയും കെമിക്കലിൻ്റെയും ആസ്പെക്റ്റിലാണ് കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. മെക്കാനിക്കലുകാരന് ഇവിടെ നിന്ന് 25 മാർക്ക് മേടിക്കണം. അപ്പം സിവിലുകാർക്കും കെമിക്കലുകാർക്കും ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെയും തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെയാണ്. ഇതും നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിപ്പോൾ കെമിക്കൽ ആണെങ്കിലും കുഴപ്പമില്ല, സിവിൽ ആണെങ്കിലും കുഴപ്പമില്ല. സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വളരെ ബേസിക് കൺസെപ്റ്റുകൾ, ഒരുപാട് ഡെപ്തിലൊന്നും വരത്തില്ല, ഏറ്റവും ബേസിക് കൺസെപ്റ്റുകളാണ് വരുന്നത്. സോ അത് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഡൈനാമിക്സ് ഓഫ് മിഷനറി എന്ന് പറയുമ്പോൾ അവിടെ വൈബ്രേഷൻ ടോപ്പിക്ക് വരുന്നുണ്ട്. സിവിലിന് അത് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. അതുപോലെ ഗിയർ എന്നൊരു ടോപ്പിക് ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഫ്ലൂയിഡ് മെക്കാനിക്സ് കെമിക്കലുകാരും പഠിക്കുന്നുണ്ട്, സിവിലുകാരും പഠിക്കുന്നുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ കെമിക്കലുകാരുടെ കോർ പേപ്പറിൽ ഒന്നാണ്. കെമിക്കലുകാരും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്. ഇത് ബേസിക് തിയറിയാണ്, നമ്മുടെ മാനേജ്മെന്റ് തിയറീസ് ഒക്കെയാണ് വരുന്നത്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന മെഷീൻ ടൂൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പം ഇവിടെയും നിങ്ങൾ ഇത് കുറച്ചുകൂടെ നമുക്ക് സിവിലുകാരാണെങ്കിലും കെമിക്കലുകാരാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു 20 മാർക്ക് വരെയൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 15 to 20 മാർക്ക് വരെയൊക്കെ ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു റേഞ്ച് നിങ്ങൾ നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ കുറച്ച് ഡെപ്തിൽ വേണം. സിവിലുകാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ കെമിക്കലുകാർ പഠിച്ചേ പറ്റത്തുള്ളൂ. അവരുടെ കോർ പേപ്പറാണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. മെക്കാനിക്കലുകാരനും ഇത് കംപ്ലീറ്റ്, മെക്കാനിക്കലുകാരൻ്റെ ഇവിടെ 25 മാർക്ക് തന്നെ സ്കോർ ചെയ്യേണ്ടി വരും.
ഈ ഒരു സാധാരണ സിവിലുകാരാണെങ്കിൽ പോലും ഇവിടെ 15 to 20 മാർക്കിനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടിക്കൽ ടെക്നോളജി പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്. അതിപ്പോൾ സിവിൽ ആയാലും മെക്കാനിക്കൽ ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് നമുക്ക് ഒരുപാട് ഭയങ്കര കെമിക്കലിന്റെ കോർ പേപ്പറുകളൊന്നുമല്ല, വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണത്. കൃത്യമായിട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്നത് സ്റ്റോഷിയോമെട്രി ആണ്. ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രിയിൽ ബേസ് ഉള്ളവർക്കൊക്കെ തന്നെ ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇൻസ്ട്രുമെന്റേഷൻ തിയറിയാണ്. ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സുമായിട്ട്, പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളവർ പഠിക്കുന്നുണ്ട്. അതും പഠിക്കാവുന്നതേ ഉള്ളൂ, സിവിലാർക്കും പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ സിവിലാർക്ക് ഇവിടെ ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യം ഈ മാസ് ട്രാൻസ്ഫർ ആയിരിക്കും. മാസ് ട്രാൻസ്ഫർ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്ന ചെറിയ 3 മാർക്കിൻ്റെ ഒരു വെയിറ്റേജ് ഉള്ള മേഖലയുണ്ട്. പോളിമർ പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെയും 25 മാർക്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെയും നമ്മൾ സാധാരണ ഒരാൾക്ക് ഒരു 15 മാർക്ക് മുതൽ ഒരു 18-20 മാർക്ക് വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് 20 മാർക്കിന് മുകളിലോട്ടൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെയാണ് നമ്മുടെ പരിപാടിയെല്ലാം ഇരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമുക്കിവിടെ പരിപാടിയെല്ലാം ഇരിക്കുന്നത്. നമ്മുടെ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗും ഒക്കെയാണ് ഉള്ളത്. സോ അവിടെ നമുക്ക് 20 മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മെക്കാനിക്കലും സിവിലും കെമിക്കലും അതുപോലെ തന്നെ ജോബ് റിലേറ്റഡും പഠിക്കുന്ന സമയത്ത് ഓരോ മോഡ്യൂളിൽ നിന്നും ഒരു 18 മാർക്ക് വെച്ച് എയിം ചെയ്താൽ പോലും 18x4 എന്ന് പറയുന്ന ഒരു സംഖ്യ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം 15x4 എന്ന് പറയുന്ന ഒരു സംഖ്യ, അതായത് 60 എന്നൊരു സംഖ്യ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. 60 മുതൽ മുകളിലോട്ട് നമുക്ക് ഒന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ ഞാൻ ഒരിക്കലും 90 മാർക്ക് മേടിക്കാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുത്തില്ല ഈ ഒരു സിലബസ് വെച്ചിട്ട്. കാര്യം എല്ലാവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും 90 മാർക്കും നിങ്ങളുടെ അടുത്ത് പറയത്തില്ല. അല്ല 90 മാർക്ക് മേടിക്കാൻ പറ്റിയ സ്റ്റഡി പ്ലാൻ ഇതാ എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് മിനിമം ഒരു 60 മാർക്ക് എല്ലാവർക്കും മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടത്തെ 2-3 ബാച്ച് എടുത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. 60 മാർക്കിനുള്ള പരിപാടി നിങ്ങൾക്ക് ഒപ്പിക്കാൻ വേണ്ടി പറ്റും. അത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യണം. വെറുതെ ഒന്നും 60 മാർക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു മാർക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്കായിരിക്കും അതെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് ടഫ്നെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിൽ പോലും നിങ്ങൾക്ക് മിനിമം ഒന്നിരുന്ന് കഷ്ടപ്പെട്ടാൽ ഓരോ മോഡ്യൂളിൽ നിന്നും 15 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. മറ്റേ ആവറേജ് ആണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 20 മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 15 താഴെ പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ആവറേജ് നിങ്ങൾക്ക് ഒരു 60 മാർക്കിനുള്ള പരിപാടിയൊക്കെ എന്തായാലും പഠിക്കാൻ പറ്റും. നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഇരിക്കുന്നതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിങ്ങളിനി നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്താൽ, കോഴ്സ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയായിരിക്കും വരുന്നത്. സിലബസ് ഉണ്ടാവും മേളിൽ. അത് കഴിഞ്ഞിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ്, ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്, പിന്നെ MCQ ഡിസ്കഷൻ്റെ വീഡിയോസ്. ഇത്രയും കാര്യങ്ങൾ ഇപ്പം പ്രീ ലോഡഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. ഈ ഓരോ ഫോൾഡർ ഓപ്പൺ ചെയ്താലും സിവിൽ ടോപ്പിക്കിനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സിവിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ MOS ആൻഡ് SA എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫോൾഡർ ഉണ്ട്. FM ആൻഡ് WRE എന്ന് പറഞ്ഞ സെക്കൻഡ് ഫോൾഡർ ഉണ്ട്. സർവേയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, അർബൻ പ്ലാനിംഗ്. ഇത്രയാണ് സിവിൽ വരുന്നതെങ്കിൽ മെക്കാനിക്കൽ വരുമ്പോഴത്തേക്ക് മെക്കാനിക്സ്, മെറ്റീരിയൽസ് ആൻഡ് MOS, മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മിഷനറി, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോ സിലബസ് ഓർഡറിൽ നമ്മളൊരു ഫോൾഡർ ആക്കി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്താൽ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്ന് പറഞ്ഞ് കൃത്യമായ ഓർഡറിൽ തന്നെ ആയിരിക്കും എല്ലാ കണ്ടന്റുകളും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കൽ ടെക്നോളജി, സ്റ്റോഷിയോമെട്രി 18 വീഡിയോ, 13 PDF-കൾ, 2 ടെസ്റ്റുകൾ, ഇവിടെ 20 വീഡിയോ, 4 PDF-കൾ, അതുപോലെ തന്നെ 8 ടെസ്റ്റുകൾ, അങ്ങനെ ഓരോന്നും നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ജോബ് റിലേറ്റഡ് വരുമ്പോഴത്തേക്ക് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിനകത്ത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ്, വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതിനകത്ത് 49 വീഡിയോ, 24 PDF, 4 ടെസ്റ്റുകൾ, അങ്ങനെ ഓരോരോ ടെസ്റ്റുകൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, 10-20 ക്വസ്റ്റ്യൻസ് മിനിമം ഉണ്ടാവും. അങ്ങനെയാണ് ടെസ്റ്റുകളൊക്കെ ഇട്ടിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ആപ്പിലുള്ള ക്ലാസ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ടോപ്പിക് വൈസ് എക്സാംസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ടോപ്പിക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ പോലെ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും. അതിനകത്ത് അതനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ട് എക്സാം എഴുതി നിങ്ങൾ ശീലിക്കണം. അവസാനം നമുക്കൊരു 100 മാർക്കിൻ്റെ എക്സാമെങ്കിലും ഉണ്ടാവും. 100 മാർക്കിൻ്റെ 5, അതായത് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന 100 മാർക്കിൻ്റെ എക്സാം ഒരു 5 എണ്ണം നമ്മൾ കണ്ടക്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു എക്സാമിൻ്റെ, നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഘടന എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ് കണ്ടു നോക്കുക. ക്ലാസ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ നമ്മുടെ ഒപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്ലാസ് കണ്ട് നോക്കിയിട്ട് ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.
സോ ഇതാണ് നമ്മുടെ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ നല്ലൊരു അവസരമായിട്ട് പറയാൻ കാര്യം മെക്കാനിക്കലുകാർക്കും കെമിക്കലുകാർക്കും മറ്റ് എക്സാമുകളൊന്നും ഇത്ര അഡ്വൈസ് പോകുന്ന എക്സാമുകളില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. കിട്ടിയ ഒരു അവസരം കറക്റ്റായിട്ട് വിനിയോഗിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.